കൊച്ചവിടെ ഒരു ചായയൊക്കെ പണിതിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഹലോ ഗെയ്സ്, ഞങ്ങളിന്ന് മൂന്നാർക്ക് പോവാണ്. മൂന്നാർ പോകുന്ന വഴിയാണ്. അപ്പോൾ ഞങ്ങൾ പൂപ്പാറ പോകുന്ന വഴിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ മൂന്നാറിൽ ജക്രാന്ത പൂത്തിട്ടുണ്ടല്ലോ, ആ ജക്രാന്ത കാണാനായിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ പോണത്. ഇവിടെ കംപ്ലീറ്റ് പാറ വെച്ചിട്ടുള്ള പേരുകളാണ്. ഗുണ്ടപ്പാറ ബ്രിഡ്ജ്. ഇവിടെ മഴക്കാലത്ത് നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാവും. ഈ റൂട്ടിൽ തന്നെയാണ് നമ്മുടെ ശാന്തമ്പാറ, കള്ളിപ്പാറ, പിന്നെ ചതുരംഗപ്പാറയൊക്കെ വരുന്നത് ഈ റൂട്ടിൽ തന്നെയാണ്. ഇത് ശാന്തമ്പാറയാണ്. ശാന്തമ്പാറ ചെറിയൊരു സിറ്റിയാണിത്. അങ്ങനെ ഞങ്ങൾ പൂപ്പാറ എത്താറായി. ഇത് നമ്മുടെ KSRTC. ഇവിടുന്ന് റൈറ്റ് കാണുന്ന വഴി പോയി കഴിഞ്ഞാൽ തമിഴ്നാട് ബോഡിമെട്ട് വഴിയാണ്. ഞങ്ങളിപ്പോൾ പോകുന്നത് നേരെയാണ്, പൂപ്പാറ വഴിയാണ്. പൂപ്പാറ എത്തി. പൂപ്പാറ തന്നെയാണ് ഈ സ്ഥലം. ഇനി ആനയിറങ്ങുണ്ടാമാണ് ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞാൽ. നിങ്ങൾ ആരെങ്കിലും മൂന്നാർ പോവുകയാണെങ്കിൽ ഒരിക്കലെങ്കിലും പൂപ്പാറ വഴി ഒന്ന് വരണം. പൂപ്പാറ വഴി പോകുമ്പോൾ പൂപ്പാറ കഴിഞ്ഞിട്ട് ഗ്യാപ്പ് റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ ആനയിറങ്ങും ഡാമിൻ്റെ വ്യൂ ഉണ്ട്. കാണാൻ പൊളിയാണ്, അടിപൊളിയാണ്. നമ്മളെ ഡബിൾ ഡക്കർ ബസ് എടുക്കണു, KSRTC ഡബിൾ ഡക്കർ എടുക്കണു. ഗെയ്സ്, ഇതാണ് ആനയിറങ്ങും ഡാം. ആനയിറങ്ങും ഡാമിൻ്റെ വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് നമ്മുടെ ഡബിൾ ഡക്കർ ബസ്സും. നമുക്ക് ചേട്ടനോട് ചോദിച്ചാലോ, ബസ്സിൻ്റെ ഉള്ളിൽ കയറി കോട്ടയെന്ന് ചോദിച്ചിട്ട് വരാം. എത്ര ചാർജ് വരണം ബസ്സിന്? ബുക്ക് ചെയ്തിട്ട് വരണം. ബുക്ക് ചെയ്യേണ്ടി വരും. റിസർവേഷൻ അല്ലേ? മേലെ ഒന്ന് കയറി കണ്ടോട്ടെ, സമയം ഉണ്ടാവും. പോവാല്ലേ? ഓക്കെ, ശരി. ഞങ്ങൾ ഇപ്പം വന്നോളൂ. അങ്ങനെ നമ്മളെ KSRTCയുടെ ഡബിൾ ഡക്കർ ബസ് കണ്ടു. അതിപ്പോൾ അവിടുന്ന് പോവും. ഈ നമ്മുടെ KSRTC അങ്ങനെ ഇവിടുന്ന് പോയി. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ നിർത്തിക്കാൻ വേണ്ടി നമ്മുടെ KSRTC പോയി കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇപ്പോൾ ഇവിടെ ചേട്ടൻ വന്ന് ഡ്രോണിലൊക്കെ വീഡിയോ എടുത്ത് തരണമെന്ന് ചോദിച്ചു. 500 രൂപയാണ് പറഞ്ഞത്. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുത്തു തരും. ഞങ്ങൾ ഒരു ഫോട്ടോഗ്രാഫർ കണ്ടു ഇവിടെ വന്നപ്പോൾ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തു. അടിപൊളിയാണ്. അപ്പോൾ ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് വിജയ്. ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവും ഫോട്ടോ എടുക്കാനായിട്ട്. എത്ര മണി വരെ ഉണ്ടാവും? ഞാൻ രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ. 6 മണി വരെ ഈ ചേട്ടൻ ഉണ്ടാവും. ഞങ്ങള് ഗ്യാപ്പ് റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വെയിലാണ് ഈ വഴി കൂടെ പോകുമ്പോ. നോക്കിയ മോളെ, ഈ കോടയ്ക്കുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ വെയിലുള്ള ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മുടെ സൂര്യനെല്ലി കൊളുക്കുമലയൊക്കെ പോണ വഴി. ഗ്യാപ്പ് റോഡിൽ കൂടെ വരുമ്പോഴുള്ള വെള്ളച്ചാട്ടമുണ്ട്, പെരിയക്കനാൽ വാട്ടർഫോൾസ് എന്നാണ് പറയുന്നത്. അതിവിടെ അടുത്താണ്. ഇതാ കാണുന്നതാണ്. അവിടുന്ന് വെള്ളം ഒഴുകി വരും. ഇപ്പോൾ വെള്ളമൊന്നുമില്ല. ഹലോ ഗെയ്സ്, അങ്ങനെ ഞങ്ങൾ ജക്രാന്ത പൂത്ത് കണ്ടു. ഈ റോട്ടിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ ഒരു മരം മാത്രമേ കണ്ടിട്ടുള്ളൂ. പെരിയക്കനാൽ കഴിഞ്ഞിട്ടാണ് ഈ മരം വരുന്നത്. അധികം പൂക്കളൊന്നുമില്ല. ഈ
സ്ഥലം നടുപ്പാറ ആണ് ലൊക്കേഷൻ വരുന്നത്. നല്ല മഴക്കാരൊക്കെ ഉണ്ട്. ചിലപ്പോ മഴ ഇവിടെ വന്നപ്പോ നല്ല തണുപ്പ് കേട്ടോ. അവിടെ പൂപ്പാറ ഭാഗത്ത് അത്ര തണുപ്പുണ്ടായിരുന്നില്ല. അവിടെ നല്ല തണുപ്പുണ്ട്. ഡാമിലൊക്കെ കുറച്ച് ഇവിടെ ഈ നമുക്ക് ഇരുണ്ട് മൂടി എടുക്കാണ്. ചിലപ്പോൾ ഞങ്ങളിലും റെയിൻ കോട്ടൊന്നും ഇല്ല. പിന്നെ മൂന്നാറ് വരാൻ ഇപ്പോ അടിപൊളിയാണ്. വേനൽക്കാലത്തും നല്ല വന്നിട്ട് നമുക്ക് കൂളായിട്ട് തിരിച്ചു പോകാം. നോക്കിയൊരു കുറച്ച് സ്ഥലത്ത് വെയിലും കുറച്ച് സ്ഥലത്ത് ഡാർക്കും. അടിപൊളിയല്ല? കരിക്കുടിയിട്ടോ വേണ്ട. ഞങ്ങള് ടോൾ പ്ലാസയുടെ അവിടെ എത്തിയിരിക്കുകയാണ്. ഞങ്ങള് ദേവികുളം എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് മൂന്നാർക്ക് 7 കിലോമീറ്റർ കൂടി ഉണ്ട്. ദേവികുളം ടൗണിലേക്ക് 1 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ മഴ പെയ്തു ഗെയ്സ്. ഞങ്ങൾ ആകെ നനഞ്ഞു. ഇവിടെ കയറി നിൽക്കാനൊന്നും സ്ഥലമില്ല. അപ്പോൾ അവിടെ ചെറിയൊരു വെട്ടിക്കടയുണ്ട്. അവിടെ നിന്നോളാനൊക്കെ പറഞ്ഞു. പക്ഷേ ആ ചേട്ടനുണ്ട്, പിന്നെ ചേച്ചിയുണ്ട്. ഞങ്ങൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ അവർക്കുള്ള സ്ഥലം കൂടി പോകും. അപ്പോൾ ഇത് ദേവികുളം റോഡാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ജക്രാന്ത പൂത്തത് അടിപൊളിയായിട്ട് കാണാം. പിന്നെ ഇതിൽ നന്നായിട്ട് പൂത്ത് നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടാവും. ഞങ്ങൾ വന്നത് ദേവികുളം ഗ്യാപ്പ് റോഡ് വഴിയാണ്. കപ്പിൾസ് ആയിട്ട് നല്ല അടുത്തണം അടിപൊളിയായിട്ട്. അടിപൊളിയായിട്ട് എടുത്തരുമോ? ഫോണിൽ അയച്ചു തരുമോ? ഫോൺ കയറ്റി കൊടുക്കാം. കൊച്ചവിടെ ഒരു ചായയൊക്കെ പണിതിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഈ മഴ എപ്പം മാറുന്നറിയില്ല. മഴ മാറിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. മഴ പെയ്ത് കാരണം ആകെ പെട്ടു. ഹലോ ഗെയ്സ്, അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ്. നല്ല തണുപ്പുണ്ട്. സമയത്ത് 4:30 കഴിഞ്ഞ്. അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. പൂവുണ്ടല്ലോ, ഈ പൂവ് പണ്ട് ബ്രിട്ടീഷുകാർ വന്ന് നട്ടു വെച്ചതാണെന്ന് പറയുന്ന ഒരു ചേട്ടനോട് ചോദിച്ചപ്പം കൊതുക് ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നട്ടു വെച്ചതാണെന്ന്. അതുകൊണ്ട് ഇവിടെ കൊതുകിൻ്റെ ശല്യം കുറവാണെന്നും കൂടെ പറഞ്ഞു അവർ. ഹലോ ഗൈസ്, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ. അതുവരേക്കും ബൈ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. തണുപ്പ് ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. തണുപ്പ്